ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻഫോർമൽ ഇൻ്റർപേഴ്സണൽ ഫങ്ഷനിലെ ഗ്രീറ്റിങ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ക്ലാസ്സിൽ അതിൻ്റെ സെക്കൻഡ് സബായിട്ടുള്ള ഇൻട്രൊഡ്യൂസിങ് ഓൺ സെൽഫ് ആൻഡ് അതേഴ്സ് എന്നുള്ള പോർഷനാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ പോർഷനിലേക്ക് കടക്കുന്ന മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും പരമാവധി ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡ്യൂസിങ് ഓൺ സെൽഫ് ആൻഡ് അതേഴ്സ് നോക്കാം. ഹൗ ഡു വി ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ് ടു പീപ്പിൾ ഹൂം വി ഹാവ് നെവർ മീറ്റ് ബിഫോർ. നമ്മൾ നമ്മളെ തന്നെ മറ്റൊരാളുമായിട്ട് എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? നമ്മൾ ഇതിനു മുമ്പ് ഇദ്ദേഹത്തിനെ കണ്ടിട്ട് പോലുമില്ല, ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? അപ്പം കോൺവെർസേഷനിലേക്ക് വരാം. എങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന? ഐ ആം വിനീത ശുക്ല. ഹൗ ഡു യു ഡു? ഞാൻ ആരാണ്? വിനീത ശുക്ലയാണ്. ഹൗ ഡു യു ഡു? താങ്കൾക്ക് എങ്ങനെയുണ്ട്? ഹലോ, ഐ ആം നരേഷ് ത്രിപാഠി ഫ്രം കൺവെനീസസ്. നൈസ് ടു മീറ്റ് യു. അല്ലേ, ഞാൻ ആരാണ്? നരേഷ് ത്രിപാഠിയാണ്. നൈസ് ടു മീറ്റ് യു. താങ്കളെ കണ്ടതിൽ വളരെയധികം സന്തോഷം എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പരസ്പരം ബന്ധമില്ലാത്ത രണ്ടുപേർ തമ്മിലുള്ള ആ ഒരു ഇതാണ്. എങ്ങനെയാണ് ഗ്രീറ്റിംഗ് ചെയ്ത്? ഐ ആം വിനീത എന്നാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ കേട്ട ആൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്തപ്പോൾ ഹലോ എന്നാണ് പറഞ്ഞത്. ഹലോ, ഐ ആം നരേഷ് ത്രിപാഠി എന്നാണ് റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ അവിടെ അതായത് പരസ്പരം കണ്ടിട്ടില്ലാത്ത രണ്ട് പേർ തമ്മിൽ സംസാരിക്കുമ്പോഴുള്ള ആ ഒരു കോൺവെർസേഷൻ എങ്ങനെ എഴുതണം, അതിൻ്റെ വേർഡ്സാണ് നമ്മളിവിടെ മെയിനായിട്ട് പരിചയപ്പെടുത്തുന്നത്. അടുത്ത നോക്കാം. ഹാവ് വി മെറ്റ് ബിഫോർ? ഐ ആം രേണു വയാസ്. ഹാവ് വി മെറ്റ് ബിഫോർ? നമ്മൾ ഇതിന് മുമ്പ് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നോ എന്നാണ് പറയുന്നത്. ഐ ആം രേണു വയാസ്. ഞാൻ ആരാണ്? രേണു വയാസ് ആണ്. അടുത്ത നോക്കാം. തരുൺ ജോർജ്. ഐ ഹാവ് എ വേഗു ഫീലിംഗ് വി ഹാവ് മെറ്റ് സംവെയർ. എനിക്കും തോന്നുന്നുണ്ട് നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ വെച്ച് കണ്ടതുപോലെ അല്ലേ. അപ്പം നോക്കാം. വാസ് ഇറ്റ് അറ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ? വാസ് ഇറ്റ് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? വാസ് ഇറ്റ് എന്നാണ്. വാസ് ഇറ്റ് അതെയോ? അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ വെച്ചാണോ നമ്മൾ കണ്ടുമുട്ടിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ദാറ്റ്സ് റൈറ്റ്. യെസ്, അത് ശരിയാണ്. ഐ ഡിഡ് മൈ മാസ്റ്റേഴ്സ് ദ 2014-16. ഞാൻ എൻ്റെ മാസ്റ്റർ ചെയ്തിട്ടുള്ളത് അവിടെ വെച്ചായിരുന്നു. ഇവിടെ വെച്ച് ബാംഗ്ലൂർ വെച്ചായിരുന്നു. 2014-16 ചെയ്തത്. നോക്കാം. ദാറ്റ്സ് ഇറ്റ്സ് ദെൻ. ഇതേ ഐ വാസ് ഗോയിങ് മൈ റിസർച്ച് ദെയർ സെയിം ടൈം. അപ്പോൾ ഈ 2014-16 ഇദ്ദേഹം എന്ത് ചെയ്തു? റിസർച്ചായിരുന്നു ആ സെയിം കോളേജിൽ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ആ ഒരു കോൺവെർസേഷൻ. കണ്ടോ? അപ്പോൾ ഇതിൽ വേർഡ്സുകളാണ് മെയിനായിട്ട് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടുള്ളത്. അതിന് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം. അതാണ് മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തൊരു കോൺവെർസേഷൻ നോക്കാം. ഐ ആം സുധീർ ഷാ. കം ഫോർ ദി ഇൻ്റർവ്യൂ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് ഇൻ്റർവ്യൂവിൻ്റെ ഒരു പർപ്പസാണ് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ സുധീർ ഷായാണ്. എന്തിനാണ് വന്നിരിക്കുന്നത്? ഒരു ഇൻ്റർവ്യൂവിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കേൾക്കുന്ന ആൾ പറയുന്നത്, യെസ്, മൈ നെയിം ഡീന വക്കീൽ. യു ആർ ഫ്രം? എൻ്റെ പേര് എന്താണ്? ഡീന വക്കീൽ എന്നാണ്. നീ യു ആർ ഫ്രം? എവിടെ നിന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് തിരിച്ച് ആൻസറായിട്ട് പറയുന്നതെന്ന്? സൂറത്ത് നിന്നാണ്. ആൻഡ് യു? നിങ്ങൾ എവിടെ നിന്നാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൂറത്ത്. ആൻഡ് യു? നിങ്ങൾ എവിടെ നിന്നാണ്? അതായത് പരസ്പരം അറിയാത്തവരാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആൻഡ് യു എന്നുള്ള വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത പേജ് നമ്പർ 9 പറയുന്നത് വഡോദര. എവിടെ നിന്നാണ്? ഇദ്ദേഹം വരുന്നത് വഡോദരയിൽ നിന്നാണ്. ആർ വി ടു ഇയർലി? നമ്മൾ വളരെ നേരത്തെയാണോ വന്നിരിക്കുന്നത്? ഇറ്റ്സ് ബെറ്റർ ദിസ് വേ ദാൻ ലേറ്റ്.
അല്ലേ? ഇറ്റ്സ് ബെറ്റർ. ഇത് വളരെ നല്ലതാണ്. ദിസ് വേ ദാൻ ലേറ്റ്. വളരെ താമസിച്ച് വരുന്നതിനേക്കാളും നല്ലതാണല്ലേ കുറച്ച് നേരത്തെ വരുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന ഐ എഗ്രി. ശരിയാ, അത് ശരിയാ, ഞാനും സമ്മതിക്കുന്നു. ദീസ് ആർ സം ഓഫ് ദി വേസ് ഇൻ വിച്ച് വി ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ് ടു അതേഴ്സ്. അല്ലേ? നോട്ടീസ് വി ഡു നോട്ട് റിഫർ ടു അവർ സെൽഫ് ആസ് മിസ്റ്റർ ഓർ മിസ് ഓർ ഡോക്ടർ. അപ്പം നോക്കാം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. വിച്ച് വി ഇൻട്രൊഡ്യൂസ് അവർ സെൽഫ്സ് ടു അതേഴ്സ്. നോട്ടീസ് ഓക്കെ, നമ്മളെക്കുറിച്ച് മറ്റൊരാളുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലേ, നമ്മളെ തന്നെ മറ്റൊരാളുമായിട്ട്, അതായത് നമുക്ക് മുൻ പരിചയമില്ലാത്ത ഒരാളുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ മിസ്റ്റർ, മിസ്സിസ്, ഡോക്ടർ ഇതുപോലെയുള്ള പദങ്ങളൊന്നും ഒരു കോൺവെർസേഷനിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. പിന്നെ എങ്ങനെ? വൈൽ സ്പീക്കിംഗ് വി യൂസ് കോൺട്രാക്റ്റഡ് ഫോം. നമുക്ക് കോൺട്രാക്റ്റഡ് ഫോമാണ് ഏറ്റവും ബെറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോൺട്രാക്റ്റഡ് ഫോമിൽ നോക്കാം. ഐ ആം, ഐ അപ്പോഗ്രഫിക് എം ആണ് കേട്ടോ. അടുത്തത് ഐ ഇട്ടിട്ട് എ എം നമ്മൾ സാധാരണ എഴുതുമ്പോൾ അതാണ് കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ നോക്കാം. ലിസ്റ്റ് 5 കോൺട്രാക്റ്റഡ് ഫോംസ് ഓഫ് വെർബ് ആൻഡ് ഗിവൺ ദെയർ എക്സ്പാൻഡഡ് ഫോംസ്. ഏതെങ്കിലും 5 നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ പേജ് നമ്പർ 70 തന്നെ തന്നിട്ടുണ്ട്. നോക്ക്. ഐ ഡു നോട്ട് എന്നുള്ള ഒരു വേർഡിന് ഐ ഡു, നമ്മൾ നേരത്തെ പറഞ്ഞ ഐ ആം, മിസ്റ്റർ, മിസ്സിസ്, ഡോക്ടർ അങ്ങനെയുള്ള പദങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പകരം ഐ ആം അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാവൂ. നമ്മൾ എഴുതുന്ന ഐ ഡു നോട്ട് എന്ന് നമ്മൾ പറയത്തില്ല. പകരം നമ്മൾ എഴുതത്തില്ല. പകരം നമ്മൾ ഐ ഡോണ്ട് എന്നേ എഴുതത്തുള്ളൂ. അതുപോലെ ഇത് ഐ വാസ് നോട്ട്, അതിനെങ്ങനെ എഴുതാം? ഐ വാസൻറ്റ്. ദേ ഡു നോട്ട്, അതിന് ദേ ഡോണ്ട്. അങ്ങനെ ഒരു എക്സാമ്പിളാണ് തന്നിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ. ഇനി എക്സ്റ്റെൻഡിങ് ഇൻവിറ്റേഷൻസ്, അക്സെപ്റ്റിംഗ്, ഡിക്ലൈനിങ് ഇൻവിറ്റേഷൻസ്, ടേക്കിംഗ് ലീവ്. Okay, now read this conversation and notice the ways these two friends talk to each other. Notice the welcome, the introduction, the way an invitation is extended, accepted and declined. Okay, ഒരു ഇൻവിറ്റേഷന് വേണ്ടി 2 ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ടാക്കാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കാം. ആദ്യം തന്നിരിക്കുന്നത് ഈസ് മിസ്റ്റർ ധവാൻ ദർ പ്ലീസ് ഡു കമ്മിങ്. ഐ എം സോറി ടു ബാർജ് ഇൻ ലൈക്ക് ദിസ്. അല്ലേ? ഈസ് മിസ്റ്റർ ധവാൻ ദർ, ഇവിടെയാണോ ഇവിടെ ധവാൻ ഉണ്ടോ? പ്ലീസ് പറഞ്ഞാലും പ്ലീസ് ഡു കമ്മിങ്. ഐ എം സോറി. എന്നിട്ട് ഇദ്ദേഹം ക്ഷമാപണവും നടത്തുന്നുണ്ടല്ലേ. അപ്പോൾ അതെന്താ ഫോക്കസ് ചെയ്യുന്നത്? നോക്കാം. ഇറ്റ് ഈസ് ജനറലി കൺസിഡേർഡ് ഇംപൊളൈറ്റ് ആയിട്ടുള്ളതാണല്ലേ. ഇംപൊളൈറ്റ് ടു ബ്രേക്ക് ഇൻ ടു സമ്മൺ ഹൗസ് വിത്തൗട്ട് ഇൻറ്റിമേഷൻ. അത് ആരുടെയെങ്കിലും വീട്ടിൽ അവരുടെ ഒരു സ്വാഗതം അല്ലേ, ഇൻറ്റിമേഷൻ ഇല്ലാതെ കടന്നുകൂടുമ്പോൾ ഇംപൊളൈറ്റായിട്ട്, ഒരു മര്യാദയില്ലായ്മയായിട്ടാണ് നമുക്ക് തോന്നിയിരിക്കുന്നത് ഈ ഒരു കോൺവെർസേഷനിലല്ലേ. നോക്കാം. ഇൻ ദി ഫസ്റ്റ് സെക്ഷൻ ദി വിസിറ്റർ എക്സ്ക്യൂസസ് ഹിംസെൽഫ് ഫോർ ദി അൺഅനൗൺസ്ഡ് വിസിറ്റ് ആൻഡ് ഈസ് വെൽക്കംഡ് ബൈ ദി ഹോസ്റ്റേഴ്സ്. ഐ എം സോറി എന്ന് പറയുന്നുണ്ടല്ലേ. ഐ എം സോറി എന്നുള്ള ആ ഒരു എക്സ്ക്യൂസും പറയുന്നുണ്ട് അവിടെ. അപ്പം നോക്കാം. ഈസ് മിസ്റ്റർ, ആദ്യം പറഞ്ഞ് ഇത് ധവാൻ്റെ വീടാണോ പ്ലീസ്, അതുപോലെ തന്നെ കമ്മിങ്, ഐ എം സോറി, അദ്ദേഹം ഒരു ക്ഷമാപണവും നടത്തുന്നുണ്ട് അവിടെ. അപ്പം അതെന്താണ്? ഒരു ഫോർമലായിട്ടുള്ള സംഭാഷണമാണ്. ഒരാളുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ ഒരു ഇംപൊളൈറ്റായിട്ട്, ഒരു മര്യാദയില്ലായ്മയിലായിട്ട് വന്നതാണ് നമ്മൾ ആദ്യം കണ്ടത്. എന്നിട്ട് അതിന് അദ്ദേഹം എന്നോട് ക്ഷമിക്കണം എന്നുള്ള രീതിയിൽ ക്ഷമാപണം പറയുന്നതായിട്ട് നമുക്ക് ആ കോൺവെർസേഷനിൽ കാണാം. അടുത്ത എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഹലോ ബോബ്,
വാട്ട് എ സർപ്രൈസ്, ദിസ് ഈസ് മൈ ആഫ്റ്റർനൂൺ റൗണ്ട് ഓഫ് റം. ഹൗ അബൌട്ട് ജോയിനിങ് മീ? എന്താണ്? ഹലോ ബോബ്, വാട്ട് എ സർപ്രൈസ്. ഹലോ ബോബ്, എന്തൊരു സർപ്രൈസാണ് നിന്നെ കണ്ടത്. ഇതാണ് എൻ്റെ ആഫ്റ്റർനൂൺ റൗണ്ടിലുള്ള റം. ഹൗ അബൌട്ട് ജോയിനിങ് മീ? നീ എൻ്റെ കൂടെ കൂടുന്നുണ്ടോ റം അടിക്കാനായിട്ട്? അപ്പോൾ നോക്കാം, ഇവിടെ എന്താ, കമ്പയർ ദി ഫോർമാലിറ്റി ഓഫ് ബോബ് വിത്ത് ദി ഇൻഫോർമൽ ടോൺ. അപ്പോൾ ഇവിടെ ബോബ് ഒരു ഇൻഫോർമലായിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ്. അതായത് രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിൽ ഹായ് ഹായ് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അതുപോലെയാണ് ഇവിടെ ബോബ് സംസാരിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കമ്പയർ ദി ഫോർമാലിറ്റീസ് ഓഫ് ബോബ് വിത്ത് ദി ഇൻഫോർമൽ ടോൺ of his friend Barry. In this second section, he is greeted effusively by his friend asking him to joining him in drink. ആ ഫ്രണ്ടിനോട് എന്താണ് പറയുന്നത് ബോബിയുടെ? എന്താണ് പറയുന്നത്? ഡ്രിങ്ക് കഴിക്കാനായിട്ട് വിളിക്കുകയാണ്, ജോയിനിങ് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. ഇതാണ് എൻ്റെ ആഫ്റ്റർനൂണിലെ റം എന്നാണ് പറയുന്നത്. അപ്പം അതൊരു ഇൻഫോർമലായിട്ടുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ഇവിടെ ബോബ് ഒരു ഫോർമലായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു ആദ്യത്തേതിൽ കാണിച്ചപ്പോൾ. രണ്ടാമത്തേതിൽ ബെറിയാണ് കേട്ടോ. ബെറി ഒരു ഇൻഫോർമലായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നോക്കാം, അടുത്ത താഴെ തന്നിരിക്കുന്നത്, ടു ഇയർലി ഫോർ മീ. എന്നെ സംബന്ധിച്ച് ഇത് ഒരുപാട് നേരത്തെയാണ്. ലുക്ക്, യു ഡോണ്ട് ഹാവ് എ ഫോൺ ആൻഡ് ഐ ഡിഡ് നോട്ട് യുവർ അഡ്രസ് ദി ലാസ്റ്റ് ടൈം ഐ വാസ് ഇയർ. എന്താ, നിനക്ക് ഫോണൊന്നുമില്ലേ? നിൻ്റെ അഡ്രസ്സൊന്നും എൻ്റെ കയ്യിലില്ല. അതാ ഞാൻ ലാസ്റ്റ് ടൈമിൽ ഇവിടേക്ക് വന്നത് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നോക്കാം, ദി എക്സ്പ്ലനേഷൻസ് ആൻഡ് apologize back to your the Englishness. Appointment phone calls. You are welcome here anytime, Bob Steele. നോക്കാം, ടു ഇയർലി ഫോർ മീ. എന്നെ സംബന്ധിച്ച് ഇത് വളരെ നേരത്തെയാണ്. ലുക്ക്, യു ഡോണ്ട് ഹാവ് എ ഫോൺ ആൻഡ് ഐ ഡിഡൻറ്റ് നോട്ട് യുവർ അഡ്രസ് ദി ലാസ്റ്റ് ടൈം ഐ വാസ് ഹിയർ. അതിൽ എന്താ പറയുന്നത്? ബോബ് റിഫ്യൂസ് പൊളൈറ്റ്ലി. ഒരു പൊളൈറ്റ്ലിയാണ് പറയുന്നത്. ഒരു പൊളൈറ്റ്ലി, അതുപോലെ തന്നെ ഒരു അപ്പോളഗൈസ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൽ സംസാരിക്കുന്നത്. ഓക്കെ ബോബ്. അപ്പോൾ ഇതിൽ ഇത് എക്സ്പ്ലനേഷൻ ആൻഡ് അപ്പോളഗൈസ് ബാക്ക് ടു യുവർ ഇംഗ്ലീഷ്നെസ്. അപ്പോയിൻമെൻറ്റ് ഫോൺ കാൾസ്. യു ആർ വെൽക്കം ഹിയർ എനി ടൈം, ബോബ് സ്റ്റീൽ. അപ്പം നീ എന്തിനാ ഇങ്ങനെ ഈ ഒരുമാതിരി ഇംഗ്ലീഷ് ആയിട്ടുള്ള രീതിയിൽ എന്നോട് ഇങ്ങനെ എപ്പോഴും ക്ഷമാരോപണം നടത്തുന്നത്? നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് വരാം, നീ എൻ്റെ ഫ്രണ്ടല്ലേ എന്നൊക്കെ ഒരു ഇൻഫോർമലായിട്ടുള്ള രീതിയിലാണ്, നല്ലൊരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ടാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അടുത്ത നോക്കാം, ആൻഡ് ദാറ്റ്സ് മൈ ബ്രൈഡ്, മാരീഡ് 7 years നൗ. ഇതാണ് എൻ്റെ ഭാര്യ, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 7 വർഷം കഴിഞ്ഞിരിക്കുന്നു. പ്ലീസ് ടു മീറ്റ് യു മിസ് ധവാൻ. അല്ലെങ്കിൽ പ്ലീസ് ടു മീറ്റ് യു എന്ന് മിസ് ധവാൻ എന്ന് പറയാം, അല്ലെങ്കിൽ കണ്ടതിൽ സന്തോഷം, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഗ്ലാഡ് ടു മീറ്റ് യു എന്നുള്ളത് നമുക്കവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്, ബെറി ഇൻട്രൊഡ്യൂസ് ഹിസ് വൈഫ്. ഇവിടെ ബെറിയുടെ വൈഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഹിസ് വൈഫ് ടു ഹിം. നോട്ടീസ് ദി എക്സ്പ്രഷൻ pleased to meet you. This is the response when somebody is introduced. അല്ലേ, അവർക്ക് എന്താണ്, ബെറിയുടെ വൈഫിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ബെറിയുടെ വൈഫായിട്ടുള്ള കല്യാണം കഴിഞ്ഞ് 7 വർഷമായതിനു ശേഷമുള്ളത്. അതൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കാം അടുത്ത, വെൽ ഐ ആം ഇൻ എ ഹറി. ഹറി എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഹറി, വേഗമായിട്ട് അല്ലേ, അല്ലെങ്കിൽ തിരക്കിൽ. വെൽ ഐ ആം ഹറി, ഞാൻ വളരെ തിരക്കിലാണ്. ഐ ജസ്റ്റ് കെയിം ടു ആസ്ക് യു മിസ്സിസ് ധവാൻ ആൻഡ് ഗൗതം. ഓക്കെ, അവരോടാണ് ചോദിക്കുന്നത്. എനിക്ക് സൊണാലി ഈസ് ദി നെയിം. അപ്പോൾ വൈഫിൻ്റെ പേരെന്താ? സൊണാലി എന്നാണ് പേര്. നോക്കാം, ദി വിസിറ്റർ സിഗ്നൽസ് ദാറ്റ് ഹി വിഷസ് ടു ലീവ് വിത്ത് ദി വേർഡ്സ് വെൽ ഐ ആം ഇൻ എ ഹറി. അവിടെ വിഷ് ചെയ്യുകയാണ്, എന്ത്, പെട്ടെന്ന് ലീവ്. അവിടുന്ന്
പെട്ടെന്ന് പോകുവാനുള്ള ഒരു വിഷസാണ് എന്ത് പറഞ്ഞ് വെൽ ഐ ആം ഇൻ ഹറി എന്ന് വേർഡ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് പറയുന്ന സോണാളി ഇസ് ദി നൈം. അതാരാണ്? ഹി ബിഗിൻ സ്റ്റാർട്ടിങ് ദി പർപ്പസ് ഓഫ് ഹിസ് വിസിറ്റ് വെൻ ബോബ് ഇൻ്റർപ്രൂട്ട് ഹിം commanding him to drop the formalities with his wife and address her by her first name. ഓക്കെ, അതായത് ഇവിടെ ബോബ് എന്ത് ചെയ്യുന്നു? ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ വൈഫിന് ഹിയർ ഫസ്റ്റ് നെയിം. ഫസ്റ്റ് ഇവിടെ ആദ്യം നമുക്ക് സൊണാലി എന്നുള്ള വൈഫിൻ്റെ പേരെടുത്ത് പറഞ്ഞാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. Right, I should be delighted if both of you and Gautam could come to my party next Saturday. അപ്പോൾ അവർ എന്താണ് വന്നതിൻ്റെ ഉദ്ദേശം പറയുകയാണ്. ഐ ഷുഡ് ബി ഡിലൈറ്റഡ്. ഞാൻ എന്തിനാണ് വന്നത്? നെക്സ്റ്റ് ബോബ് ഇൻവൈറ്റ്സ് ബെറി ആൻഡ് ഹിസ് വൈഫ് ഫോർ പാർട്ടി. പാർട്ടിയിലേക്ക് വരാനാണ് ക്ഷണിച്ചിരിക്കുന്നത് അല്ലേ. നെക്സ്റ്റ് ബോബ് ഇൻവൈറ്റ്സ് ബെറി ആൻഡ് ഹിസ് ബെറിയെയും അതുപോലെ തന്നെ ബെറിയുടെ വൈഫിനെയും പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വിഷ് ചെയ്തിട്ടുണ്ട്. ഐ ഷുഡ് ബി ഡിലൈറ്റഡ്. അതർ expression could be it would be lovely if, it would be great if. അപ്പം കാര്യത്തിലേക്ക് കടന്നു അവിടെ. അതായത് എൻ്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ട്, അപ്പോൾ ജെറിയുടെ ഭാര്യയും അതിലേക്ക് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അടുത്ത് നോക്കാം. ഐ ആം നോട്ട് സോ ഷുവർ അബൌട്ട് സോണാലി. എനിക്ക് ഉറപ്പില്ല, സൊണാലിയുടെ കാര്യത്തിൽ ഉറപ്പില്ല അല്ലേ. യു സീ ഷീ മേ ഹാവ് ടു വിസിറ്റ് ഹെർ ഐലൈൻ ആൻഡ് ദാറ്റ് ഈവനിങ് ആൻഡ് ഗൗതംസ് അവേ അറ്റ് അലഹാബാദ്. ഗൗതം ഇവിടെ പോയി അലഹാബാദിലേക്ക് പോയി. അതുപോലെ തന്നെ ബട്ട് ഐ വിൽ കം. പക്ഷെ ഞാനെങ്കിലും എന്ത് ചെയ്യും? വരും. ദിസ് ഈസ് ദി വേ ഇൻ വിച്ച് വൺ കുഡ് എക്സ്ക്യൂസ് ഓൺസെൽഫ് ഓർ സംവൺ എൽസ് ഫ്രം ആക്സെപ്റ്റിംഗ് ആൻ ഇൻവിറ്റേഷൻ. ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് ഇൻവിറ്റേഷന്. ഓക്കെ, അടുത്ത് പറയുന്നത് ഐ എം സോറി മൈ ആൻഡ് ഹാസ് നോട്ട് ബീൻ കീപ്പിംഗ് ടു വെൽ ലേറ്റ്ലി. ഐ എം സോറി, ക്ഷമ പറയുകയാണ്. എനിക്ക് തോന്നുന്നില്ലേ എൻ്റെ ആൻറ്റിക്ക് അത്ര സുഖമില്ലാത്ത ഒരു രീതിയാണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നോക്ക്, അപ്പോളഗീസ് ഫോർ നോൺ അക്സെപ്റ്റൻസ്. വരാൻ പറ്റാത്തതിലുള്ള ആ ഒരു ക്ഷമാരോപണം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വാട്ട് എ പിറ്റി. ഐ ഹോപ്പ് ഷീ ഗെറ്റ്സ് വെൽ സൂൺ. ഓക്കെ, ഐ ഹോപ്പ്, ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പ്രാർത്ഥിക്കാം അവർ പെട്ടെന്ന് സുഖമാവാനായിട്ട് പ്രാർത്ഥിക്കാം. പൊളൈറ്റ് റെസ്പോൺസാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമുക്കറിയാവുന്ന എത്രത്തോളം അറിയാം എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു കോൺവെർസേഷൻ എഴുതിയാൽ ഇതിൽ ഈ മെയിനായിട്ടുള്ള ഈ പോയിൻറ്റുകളൊക്കെ ഇല്ലേ, ഈ പോയിൻറ്റുകളൊക്കെ എഴുതിയാൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു 10ൽ നല്ലൊരു മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത താഴെ തന്നിരിക്കുന്നതും ഹിയർ ആർ സം വേസ് ഓഫ് ലീവ് ടേക്കിംഗ്. നോട്ടീസ് ദി പൊളൈറ്റ് റെസ്പോൺസ് ബൈ ദി ഹോസ്റ്റ്സ്. ഹി ഹാസൻറ്റ് കം യെറ്റ്. ഐ തിങ്ക് ഐ ഷുഡ് ലീവ്. ഓക്കെ, ലീവ് ചെയ്യണം. അതായത് കുറച്ച് ഇൻസിഡൻ്റ് ആളാണ് അടുത്തതായിട്ടൊക്കെ കുറച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ടോപ്പിക്കിൽ അത്രയേ ഉള്ളൂ. അടുത്തത് സ്മാർട്ട് ആൾക്ക്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൾ. ഹാവ് എ നൈസ് ഡേ.